പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അനുഭവസാക്ഷി കേൾക്കുവാനും പറയുവാനും കൽപ്പട എന്ന ഈ ചാനലിന് വേണ്ടി ഞാൻ ഹാർദികമായ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജെയിംസ് ജീവൻ കുമാർ. ഞാൻ ഒരു നേപ്പാളി ജാതിയാണ്. ബുദ്ധമത ലാമ ഫാമിലി ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ്. എൻ്റെ സ്വന്തം നാട് പശ്ചിമ ബംഗാൾ ഡാർജിലിംഗ് ആണ്. ഞാൻ 1974 മാർച്ച് മാസം കേരള സൗത്ത് ഇന്ത്യ കാണാൻ വേണ്ടി ടൂർക്കായി വന്നതാണ്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ ഡാർജിലിംഗിലെ ഇന്ത്യ സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സിലെ ജോലി ബന്ധത്തിൽ ഇരിക്കുമ്പോൾ കേരള കാണാൻ വേണ്ടി ടൂർക്കായി വന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലെ എൻ്റെ അമ്മയുടെ അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളിനെ കൂടെ വന്നതാണ്. 1972 നവംബർ മാസം എൻ്റെ പിതാവ് എന്നെ വിവാഹം നടത്തി കൊടുത്തു. അതിനു മുമ്പ് ഞാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അവിടെ ചെറുപ്രായത്തിൽ രാഷ്ട്രീയം കാണിച്ച് നടന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ക്രിസ് വിരോധിയായി ജീവിച്ച മനുഷ്യനാണ്. യേശു എനിക്ക് ഇഷ്ടമില്ല. യേശു എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല. നമ്മുടെ നാട്ടിലെ സുവിശേഷ വിലയ്ക്ക് വന്ന ദൈവദാസന്മാരെ ഉപദ്രവിച്ച് ഓടിച്ച് നിന്ദിച്ച ആളാണ്. എന്നാൽ ഈ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം എനിക്കറിയത്തില്ലായിരുന്നു. കേരളത്തിൽ വന്നിട്ട് അങ്കിളിൻ്റെ വീട്ടിൽ താമസിച്ച് ബുദ്ധമത മന്ത്രം ജപിച്ച് ക്രിസ്ത്യാനിക്കെതിരായി നടക്കുമ്പോൾ ഈ യേശു എന്നെ പേര് ചൊല്ലി വിളിച്ചു. അങ്കിളും ആൻറ്റിയും CSI വിശ്വാസത്തിൽ പള്ളിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പള്ളിക്ക് പോകരുത്, നാം ബുദ്ധമതക്കാരാണ്. ബുദ്ധമത 35-40 രാജ്യങ്ങളുണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ മത വിശ്വാസികളാണ് ബുദ്ധിസ്റ്റുകൾ എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയാകുമ്പോൾ താഴ്ന്ന ജാതിയാണ്, നമുക്ക് കൈക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശുവിനെ വിശ്വസിക്കാൻ പാടില്ല. ബുദ്ധമതത്തിൽ മടങ്ങി വരണം. അതിന് ഞാൻ മന്ത്രം ജപിച്ചുകൊണ്ട് ഞാൻ നടന്നു. എന്നാൽ 1974 ജൂൺ മാസം ഒരു തിങ്കളാഴ്ച രാവിലെ എൻ്റെ അങ്കിളിൻ്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ അങ്കിളും ആൻറ്റിയും മോർണിംഗ് 7 മണിക്ക് അവർ പ്രാർത്ഥിക്കാനായിട്ട് റൂമിൽ കയറി. ജയൻകുമാരെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല, ഇതൊക്കെ പ്രാർത്ഥന നിർത്തിയിട്ട് ബുദ്ധമതത്തിലെ വിശ്വാസികൾ മടങ്ങി വരണം പറഞ്ഞ് ഞാൻ മന്ത്രം ജപിച്ച് അങ്കിളിൻ്റെ വീട്ടിലേക്ക് ചുറ്റിലും 7 റൗണ്ട് ഞാൻ മന്ത്രം ജപിച്ച് നടക്കും. അങ്കിൾ ആൻറ്റി അകത്ത് പ്രാർത്ഥിക്കും, ഞാൻ വീട്ടിൽ 7 റൗണ്ട് മന്ത്രം ജപിച്ച് നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഞാൻ അങ്കിളിനെ വീട്ടിലെ 3 റൗണ്ട് മാത്രം കറങ്ങി അങ്കിളിന് വീടിൻ്റെ ഫ്രണ്ടിലെ വാതിലിനടുത്ത് ഒരു റോജ ചെടി ഉണ്ട്. റോജച്ചെടി, ആ റോജച്ചെടിയിൽ ഒറ്റ പൂവേ ഉള്ളൂ, ഒരു ചുമന്ന നല്ലൊരു പൂ. ആ പൂ പറിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വലത്തെ കൈ നീട്ടി പറിക്കാനായിട്ട് കൈ നീട്ടുമ്പോൾ മേലൊരു ശബ്ദം ഉണ്ടാകുന്നു, മകനെ മകനെ നീ എന്നെ വിശ്വസിക്കുന്നു എന്ന് ഒരു ശബ്ദം ഉണ്ടായി. ഞാൻ എങ്ങും നോക്കില്ല, കയ്യിൽ പൂ പിടിച്ചുകൊണ്ട് അങ്ങ് ശ്രദ്ധിച്ചു, ഇത് ആരാ സംസാരിക്കുന്നത്. രണ്ടാമത് ശബ്ദമുണ്ടായി, മകനെ ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ ജീവിക്കുന്ന ദൈവമാണ്, നീ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ പിതാവിൻ്റെ പേര് പ്രതാപ് ലാമയാണ്. ഞങ്ങൾ വലിയ ഫാമിലിയാണ്, കൊടും ബുദ്ധമതക്കാരാണ്. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു,
ക്രിസ്ത്യാനി നമുക്ക് ലൈക്കില്ല, ക്രിസ്ത്യാനി നമുക്ക് ഇഷ്ടമില്ല, ക്രിസ്തുവിൽ ചേരണം പാടില്ല. നീ കേരളത്തിൽ പോയാൽ ക്രിസ്ത്യാനി ആയാൽ നീ എന്നെ അപ്പനും വിളിക്കാൻ പറ്റത്തില്ല, ഞാൻ എന്നെ മകനും വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേരളത്തിൽ പോയാൽ ഒരിക്കലും ക്രിസ്ത്യാനി ആകാൻ പാടില്ല. ഞാൻ സത്യം ചെയ്തു, ഞാൻ ഒരിക്കലും ക്രിസ്ത്യാനി ആകത്തുമില്ല. യേശു എനിക്ക് വേണ്ട. നമ്മുടെ ബുദ്ധ ദൈവമാണ് ഏക സത്യ ദൈവം. യേശുക്ക് അവതാരപുത്രനാണ്. യേശുവിനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. യേശു എനിക്ക് വേണ്ട എന്നാ പറഞ്ഞ് ഉറപ്പിച്ച് വന്നത്. അപ്പിൻ്റെ പിതാവും യേശുവിനെ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും നശിച്ചു പോകുമെന്ന് പറഞ്ഞു. കേരളം വെച്ച് നശിച്ചു പോകുമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. 1974 ജനുവരി മാസം 26 റിപ്പബ്ലിക് ഡേ. ഞങ്ങളെ ടൗണിലാണ് ജനിച്ച് വളർന്നത്. ടൗണിൽ ഭയങ്കരമായി റിപ്പബ്ലിക് ഡേ നടക്കുമ്പോൾ 1974 ജനുവരി മാസം രാവിലെ 8 മണിക്ക് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ടിൽ ഭയങ്കരമാണ് പരിപാടി നടക്കുമ്പോൾ എൻ്റെ ഭാര്യ ഒരു മകനെ പ്രസവിച്ചു. മകൻ 2.5 മാസം കുട്ടീനെ നിർത്തിയിട്ടാണ് ഞാൻ കേരളത്തിൽ വന്നത്. അപ്പോൾ 2.5 മാസത്തെ കൊച്ച് ഭാര്യ വിട്ടിട്ട് ഇവിടെ വരുമ്പോൾ പിന്നെ കർത്താവ് വിളിക്കുന്നു. ഞാൻ ജീവിക്കുന്ന ദൈവമെന്ന് പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവമെന്ന് പറഞ്ഞു. എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും പറഞ്ഞു. എൻ്റെ പിതാവിന് ക്രിസ്ത്യാനിയാൽ നീ നശിച്ചു പോകും. എന്താണ് പിടികിട്ടില്ല, മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു, നീ രക്ഷിക്കപ്പെടണം, നിനക്കൊരു രക്ഷ തരാം, നിനക്കൊരു ജോലിയും കൂടി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇൻകം ടാക്സ് ജോലി ചെയ്ത മനുഷ്യനാണ്. പക്ഷെ എങ്ങനെ ജോലിന്ന് അറിയില്ല. ഏതായാലും ദൈവം തന്ന പ്രകാരം കൽക്കട്ട ഗോയിങ്ക കമ്പനിയിൽ 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ബോണമി, ഭാഗമൻ, കോട്ടമലൈ. അവരുടെ പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി നല്ല ഒരു മനുഷ്യന് ഒരാളെ വേണം. അതിനു വേണ്ടി അവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്കാരോട് പറഞ്ഞ് എന്നെ വിളിച്ചു, എന്നെ ഇൻ്റർവ്യൂ നടത്തി. ഞാൻ ഇൻ്റർവ്യൂവിൽ പാസ്സായി. അപ്പോൾ പിന്നെ അങ്കളും ആൻറ്റിയും വീടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവം എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പപ്പ പറഞ്ഞ് കേരള പോയിട്ട് ക്രിസ്ത്യാനി ആയാൽ നീയും നിന്റെ കുടുംബം നശിച്ചു പോകും, നിന്റെ ഭാര്യയും കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോകാൻ എനിക്ക് വഴി അറിയത്തില്ല, ഭയങ്കര ദൂരമാണ്, കയ്യിൽ പൈസയില്ല. എങ്ങനെ പോകും, എന്താ ചെയ്യും? അപ്പോൾ ഞാൻ പിന്നെ സ്വയമേ മനവേദന ആയിട്ട് ഞാൻ ദുഃഖിച്ച് ഞാൻ കരഞ്ഞു. അങ്കിൾ ആൻറ്റി നിൽക്കുന്ന സ്ഥലത്തിൽ പ്രാർത്ഥനയിലൊക്കെ കൂടി അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല, ഞാൻ പള്ളിക്കും പോയിട്ടില്ല, ബൈബിളും തൊട്ടിട്ടില്ല, ക്രിസ്ത്യാനിയുമില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അങ്കിളോട് പറഞ്ഞു, അങ്കിൾ എനിക്ക് ഇങ്ങനെ ദർശനം ശബ്ദം കേട്ടു, എനിക്ക് ഒന്നും അറിയത്തില്ല, എന്താ സംഭവം എന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ. അങ്കിൾ പറഞ്ഞു, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു, നീ യേശുവിനെ വിശ്വസിക്കണം. അടുത്ത ആഴ്ച മുതൽ ഞങ്ങൾ പോകുന്ന പള്ളിയിൽ നീ വരണം, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. യേശുവിനെ വിശ്വസിച്ചില്ല. എന്നാലും ഞാൻ ഈ യേശുവോട് 6 ചോദ്യം ചോദിച്ചു. ഈ പറയുന്ന സമയത്തിൽ എനിക്ക് കേരളത്തിലെ മലയാളമോ തമിഴോ ഭാഷ പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ യേശുവിനോട് ചോദിച്ചു, യേശുവേ നീ സത്യ ദൈവമാണെങ്കിൽ ബലിപ്പെടുത്തി കൊടുക്കണം. യേശുവിനെ വിശ്വസിച്ചാൽ എന്ത് ലാഭം? യേശുവിനെ വിശ്വസിച്ചാൽ എന്ത് കിട്ടും? യേശു ഏത് ദൈവം? യേശു എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അതിന് അടയാളങ്ങൾ ബലിപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ 6 ചോദ്യങ്ങൾ യേശുവിടെ തന്നെ അങ്ങനെ ചോദിച്ചു നേപ്പാളി ഭാഷയിൽ. ഈ 6 ചോദ്യങ്ങളും ദൈവം എന്നെ മറുപടി കൊടുത്തു, ബലിപ്പെടുത്തി കൊടുത്തു. ചോദ്യത്തിനെല്ലാം മറുപടി എനിക്ക് കിട്ടി.
അപ്പോഴേ മനസ്സിലായി ഈ യേശു ജീവിക്കുന്ന ദൈവമാണെന്നും ജീവനുള്ള ദൈവമാണെന്നും ഇത് സത്യദൈവമാണെന്നും എനിക്കത് ബോധ്യമുണ്ടായി. എന്നിട്ട് പെന്തിക്കോസ് പള്ളിയിൽ അങ്കിൾ ആൻറ്റി കൂടെ പോകാൻ തുടങ്ങി. പക്ഷെ പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് തമിഴ് മലയാള ഭാഷ ഒന്നും അറിയത്തില്ല. കേൾക്കുമ്പോൾ ബോറടിക്കും. എനിക്ക് പള്ളിക്ക് പോകാൻ തോന്നുന്നില്ല. ഭാഷ അറിയത്തില്ല. പാട്ട് പാടുന്നത് എന്താണ്, പാട്ട് എന്താണ്, പ്രസംഗം എന്താണ്, പ്രാർത്ഥന എനിക്കൊന്നും കേൾക്കാൻ തയ്യാറേ ഇല്ല. ദൈവം പറഞ്ഞു, ഇവർ ആരാധിക്കുന്നത് എനിക്ക് വേണ്ടിയാ. ഇവർ ആരാധിക്കുന്ന ദൈവമാണ് ഞാൻ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. എനിക്ക് തമിഴ് മലയാള ഭാഷ അറിയത്തില്ലെങ്കിലും നീ ഇവിടെ കൂടിയാൽ മതി, ഭാഷ പിന്നിൽ മനസ്സിലാകും എന്ന് പറഞ്ഞു. അവർ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ കൂടെ അങ്കിൾ കൂടെ ആരാധന പോകാൻ തുടങ്ങി. അങ്ങനെ പോയി അവൻ യേശുവിനെ സംബന്ധിച്ച് പഠിക്കുവാനും ജീവിക്കുവാനും താല്പര്യപ്പെട്ടു. അങ്ങനെ എൻ്റെ കയ്യിൽ ബൈബിളൊന്നുമില്ല. നിങ്ങൾ തമിഴ് മലയാളം വായിക്കാനും അറിയത്തില്ല. ദൈവം പറഞ്ഞു, തമിഴ് മലയാളം ഞാൻ നിന്നെ പഠിപ്പിക്കത്തില്ല, നീ പഠിക്കത്തുമില്ല. നീ മലയാള അക്ഷരം പഠിച്ചാൽ മലയാളിയായി പോകും. പിന്നെ സാക്ഷി നഷ്ടപ്പെടും. അതുകൊണ്ട് നീ സംസാരിക്കും. ഉന്നതന്മാരുടെ കൂട്ടത്തിൽ, മന്ത്രിമാരെ, ജഡ്ജിമാരുടെ കൂട്ടത്തിൽ ഞാൻ അയക്കും. അവരോട് നീ അറിയാവുന്ന ഭാഷയിൽ നീ സംസാരിക്കുമ്പോൾ അവർ അതിശയപ്പെടും. അതാണ് സാക്ഷി. അങ്ങനെ ഞാൻ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുവാനായി തീരുമാനിച്ചു. യേശുവിനെ വിശ്വസിക്കുവാൻ തീരുമാനമെടുത്ത ശേഷം ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും എൻ്റെ പിതാവിന് വേണ്ടിയും 2 കത്ത് ഞാൻ എഴുതി. ആ കത്ത് ഇങ്ങനെ ആയിരുന്നു: ഞാൻ ബുദ്ധമതക്കാരാണ്, ലാമ ഫാമിലിയിലാണ്, എൻ്റെ പിതാവ് ക്രിസ്ത്യാനി ആകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ യേശു ജീവിക്കുന്ന ദൈവമോ ജീവനുള്ള ദൈവമോ ഇത് സത്യദൈവമാണ് എനിക്ക് മനസ്സിലായി. ബോധ്യമുണ്ടാകുമ്പോൾ ബുദ്ധമതത്തെ വിട്ടിട്ട് ക്രിസ്തു മതത്തെ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറായെന്ന് എൻ്റെ പിതാവിനോടും ഭാര്യയോട് എഴുതി വിട്ടു. പിതാവിനെ കയ്യിൽ കത്ത് കിട്ടിയ ഉടനെ അവിടെ വായിച്ചു, ഞാൻ ബുദ്ധമതം വിട്ടിട്ട് ക്രിസ്ത്യമതം സ്വീകരിക്കാൻ പോവാ എന്ന കേട്ട ഉടനെ എൻ്റെ പിതാവ് ലെറ്ററെല്ലാം കീറി തീയിലൊക്കെ ചുട്ടി ചാരമാക്കി കയ്യില് വാളും കത്തി വായിച്ച് ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. ഇവൻ നശിച്ചു പോയി, ഇനി ഭൂമിക്ക് മേലെ വഹിച്ചിരിക്കാൻ പാടില്ല, വന്നോടെ വെട്ടി കൊന്ന കളയാൻ പറഞ്ഞുകൊണ്ട് പിതാവും സഹോദരങ്ങളും എല്ലാം വൈരികമായിട്ട് ഒരുങ്ങി നിന്നു. ഭയങ്കരമായിട്ട് ആ നാട്ടിൽ പോകാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. എൻ്റെ ഭാര്യയും കുഞ്ഞും നാട്ടിലുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യയെ എനിക്ക് ലെറ്റർ മറുപടി അയച്ചതോ, എൻ്റെ ഭർത്താവ് ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ ഞാനും അതേ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന കത്തയക്കുമ്പോൾ ഭാര്യ എൻ്റെ കൂട്ടത്തിലുമുണ്ട്. എൻ്റെ ഭാര്യ പിന്നെ കാണാനായിട്ട് ഞാൻ പോകാൻ പറ്റില്ല. 1974 മാർച്ചിൽ കേരളം വന്ന മനുഷ്യൻ ക്രിസ്ത്യാനിയാകുമ്പോൾ നാട്ടിൽ പോകാൻ പറ്റില്ല. വീട്ടനും കൊല്ലാനും അവിടെ എല്ലാം ഒരുങ്ങി നിൽക്കുക. എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ പറയുമ്പോൾ പോയാൽ മതി, നീ സ്വയമായിട്ട് പോകണ്ട എന്നെ പറഞ്ഞ് എന്നെ 1974 വന്ന മനുഷ്യൻ 1978 ഡിസംബർ മാസം ദൈവം എന്നെ നാട്ടിലേക്ക് വിട്ടു. ഞാൻ നാട്ടിലേക്ക് പോയി എൻ്റെ ഭാര്യയെ കണ്ടു, കുഞ്ഞിനെ കണ്ടു. ഞാൻ ഭാര്യയും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് കേരളത്തിലേക്ക് വന്നു. പിന്നെ ഞാൻ ഭസാവ് പോകാൻ തുടങ്ങി. കർത്താവ് വലിയ കാര്യം ചെയ്തു. മാത്രമല്ല, ഞാൻ ഈ യേശു എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഒരു ദൈവം ഒരു ദർശനം കൊടുത്തു, ഒരു വചനം കൊടുത്തു. ആ വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടെ കൂടെ നിനക്ക് സകലതും കിട്ടും. അധ്വാനിക്കുന്നോടെ ഭാരം ചുമക്കുന്നോടെ എല്ലാവരെങ്കിലും അർത്ഥം വരുവിൻ. ഞാൻ ആ വചനമുണ്ട്, മത്തായിയുടെ സുവിശേഷം 14-ാം 28 വാക്യം അതെന്നെ കാണിച്ചു. പക്ഷേ
നാട്ടിൽ പോകാൻ പറ്റത്തില്ല. എൻ്റെ ഫാമിലി ഭയങ്കര മന്ത്രവാദികളാണ്, വലിയ ഫാമിലി, ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ ഫാമിലി എനിക്കെതിരായി കൊല്ലാനോ അടിക്കാനോ നിൽക്കുമ്പോൾ ദൈവം എനിക്ക് ഒരു വേറെ വചനം കൂട്ടി തന്നു. കാരണം ഭയങ്കര മന്ത്രവും ഭയങ്കര ഫാമിലിയാണ്. അതുകൊണ്ട് ദൈവം എനിക്ക് ധൈര്യപ്പെടുത്തുവാനായി, ബലപ്പെട്ട് നിൽക്കുവാനായി എന്നെ വേറൊരു വചനം കൂടി ദൈവം എനിക്ക് ദർശനത്തിൽ വെളിപ്പെടുത്തി. അത് സങ്കീർത്തന പുസ്തകം 18 അധ്യായം. ദൈവമേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ സംഗീതവും വേലവും കോട്ടയും കൊമ്പും കുവറുമാകുന്നു, നീ ഭയപ്പെടവേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന ആ വചനം കാണിച്ച് ഞാൻ ആ വചനത്തിൽ ധൈര്യപ്പെട്ടു, ബലപ്പെട്ടു. അങ്ങനെ വിശ്വാസത്തിൽ നാൾക്കൊന്നാൾ ഉറച്ചു നിൽക്കാൻ തുടങ്ങി. ജോലി തന്നു. ജോലിയിൽ എല്ലാ കമ്പനി ക്വാർട്ടേഴ്സ്, നല്ല ക്വാർട്ടേഴ്സ്, നല്ല സംവിധാനം, നല്ല സൗകര്യം, കമ്പനി ഫുൾ സപ്പോർട്ട്, അങ്ങനെ സഹായിച്ചു. 1975 സെപ്റ്റംബർ മാസം 14 തീയതി പിതാവിനെയും പുത്രനെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ തമിഴ്നാട്ടിൽ വിരുദനഗർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന നല്ല ഒരു അഭിഷക്തനായ ദൈവദാസന് കീഴിൽ സ്നാനപ്പെടുവാൻ സ്വർഗത്തിന് ദൈവനെ സഹായിച്ചു. ആ ദൈവദാസനെ നല്ല വചനം പഠിപ്പിച്ചു, നല്ല ഉപദേശം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ക്രിസ്തുവിലെ ജീവിക്കുവാനായി തീരുമാനമെടുത്തു. ഞാൻ നാട്ടിലിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ചാർമിനെന്ന് പറയുന്ന സിഗരറ്റ് ഉണ്ട്. അന്നത്തെ കാലത്തിൽ വിൽസനും ചാർമിനറും ഏറ്റവും കട്ടിയായ ഒരു സിഗരറ്റാണ്, ഡോസ് കൂടിയ സിഗരറ്റാണ്. അത് ഒരു ദിവസം ഞാൻ ഏറ്റവും പാക്കറ്റ് കുടിക്കും. 100 പേര് കാണും എൻ്റെ കൂട്ടത്തിലെ കൂട്ടുകാർ. എല്ലാ ഹോൾസെയിൽ ബിസിനസ്സുകാർ, സ്വർണ്ണ വ്യാപാരികൾ, റേഷൻ കടക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം മദ്യപാനികളാണ്. കാഞ്ചാവിൻ്റെ അടിമയിൽ, മദ്യപാനത്തിൻ്റെ അടിമയിൽ. എൻ്റെ പിതാവിന് ഞാൻ തലവേദന ആയിരുന്നു. എൻ്റെ ഫാമിലിയിലെ ഏറ്റവും മോശമായ ഒരാളായിരുന്നു ഞാൻ. എൻ്റെ പിതാവും എന്നെ ഭൂമിക്ക് മേലെ വെച്ചിരിക്കുക, ഇവനെ വളരെ മോശമാണ്, എന്നെ കൊന്ന കളയാൻ പറഞ്ഞുകൊണ്ട് 3 തവണ എന്നെ കത്തിയും പിച്ചത്തിയും വീശി കൊന്നായിട്ട് വന്നു. പക്ഷെ ഞാൻ എല്ലാ അഭ്യാസവും എല്ലാ രീതിയിലും പഠിച്ച ആളായതുകൊണ്ട് അപ്പൻ്റെ കൊലപാതകത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഞാനല്ല രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഒരു കണ്ട് യേശു എന്നെ രക്ഷിച്ചു. ആ എന്നെ അപ്പൻ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാൽപ്പട യൂട്യൂബ് ചാനലിൽ സാക്ഷി പറയുവാൻ എനിക്ക് സാധിക്കില്ല. ദൈവം എത്ര നല്ലവൻ. എൻ്റെ പിതാവിനെ കയ്യിലുണ്ട് കൊലപാതകത്തിൽ യേശു എന്നെ രക്ഷിച്ചതിനാല് ഞാനിപ്പോൾ യൂട്യൂബ് ചാനലിൽ തങ്ങളോട് സംസാരിക്കുന്നു. യേശു എത്ര നല്ലവൻ. അങ്ങനെ ഒരു ദിവസം 8 പാക്കറ്റ് സിഗരറ്റ് വലിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ കഞ്ചാവ് കുടിക്കാൻ 10 നിലം ബിൽഡിംഗ് മേലെ കയറി ഞങ്ങൾ കാഞ്ചാവ് കുടിക്കും. ഞങ്ങളത് കാഞ്ചാവ് കുടിക്കുന്നത് ചുമ്മാ അല്ല, സാധാരണ കുടിച്ചിട്ട് വേഗം ഉണ്ടാക്കാനല്ല. ആ കാഞ്ചാവിനെ ലഹരി കൂട്ടാൻ വേണ്ടി വേറെ സംവിധാനങ്ങളുണ്ട്. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. വേറെ സംവിധാനമുണ്ട്. ആ ലഹരി പിന്നെ കൂട്ടിച്ചേർത്ത് തേച്ച് മിനുക്കി കുടിച്ചാൽ ചിരിക്കുന്നവിടെ ചിരിച്ചുകൊണ്ടിരിക്കും, കടന്നവിടെ കടന്നുകൊണ്ടിരിക്കും, വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, കണ്ണ് തുറന്നുകൊണ്ടിരിക്കും. അങ്ങനെയാ കാജാവിന് ലഹരി കൂടുമ്പോൾ ജീവിതത്തിൽ ഞാനെല്ലാം അനുഭവിച്ചത്. പിന്നെ ശവക്കല്ലറ കോട്ടയ്ക്ക് ഞങ്ങൾ രാത്രി പോവും. ഞങ്ങൾ അവിടെ രാത്രി ഉറങ്ങും. പിന്നെ നാട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ മുംബൈ പോയി നിൽക്കും. ആരും ഞങ്ങളെ തടയാനോ ആക്രമിക്കാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ ഗ്യാങ് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല,
നമ്മുടെ നാട്ടിലെ MLA-മാരെയോ MP-മാരെയോ മന്ത്രിമാരെയോ നാട്ടിലേക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യാനോ അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾ മുൻപന്തി നിൽക്കും. ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള പിന്നെ ബാക്കി കാര്യങ്ങൾ ഏതെല്ലാം തയ്യാറോ, വെട്ടാനോ കുത്താനോ കൊലപാതകം ചെയ്യാനോ എല്ലാത്തിനും റെഡിയാണ്. അത് ഞങ്ങൾ ആരും തോടത്തില്ല. അങ്ങനെ ഞങ്ങൾ താവണ്ട് ജീവിച്ച് വളർന്നുള്ള വ്യക്തിയാണ്. ഇന്ന് ഞാൻ എന്നെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ സൃഷ്ടിച്ച ജീവനുള്ള ദൈവം ആരെന്നെ രുചിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ കേരളക്കരയിലെ മലയാളിയുടെ ഇടയിൽ ഞാൻ ഒരു ദൈവത്തിൻ്റെ മകനായി ഞാൻ ജീവിച്ചു വരികയാണ്. ഇപ്പോൾ എനിക്ക് അന്ന് എന്നെ മര്യാദ പഠിപ്പിക്കുവാനും മര്യാദയെ ജീവിക്കുവാനും കെട്ടിച്ചു കൊടുത്ത എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭാര്യ പേര് ശർമില്ല, ഇപ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു. ദൈവവിലേക്ക് ഒരുമിച്ച് പോകുന്നു. ഞങ്ങൾക്ക് പ്രായമായി. എനിക്ക് 5 മക്കളും മരുമക്കളും 6 പേരക്കുട്ടികൾ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫാമിലി കേരളക്കരയിൽ ഈ ഭാഗവൻ പ്രദേശത്തിൽ ഞങ്ങൾ ജീവിച്ചു വരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് ശേഷം പിന്നെ ഈ ബൈബിൾ വചനം പഠിക്കണമല്ലോ. ദൈവം പിന്നെ ഈ ബൈബിൾ വചനം പഠിക്കുവാനായി എൻ്റെ ദൈവം ബീഹാർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് നേപ്പാളി അവിടെ എന്നെ പഠിപ്പിച്ചു. നല്ല വചനങ്ങളെ പഠിക്കുവാനും നല്ല സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനും സഹായിച്ചു. കൽക്കട്ടയിലെ എബ്രഹാം ക്രൂസേറ്റ് ബൈബിൾ കോളേജിലാണ് എൻ്റെ ദൈവം അവിടെ നേപ്പാളി ഭാഷയിൽ ബൈബിൾ കോളേജ് പഠിക്കുവാൻ സഹായിച്ചു. പിന്നെ UP ഉത്തർപ്രദേശ് UPയിൽ നിന്നും ഇന്റർനാഷണൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നല്ല വചനങ്ങളെ പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. പിന്നെ ന്യൂഡൽഹിയിൽ നിന്നും ബൈബിൾ കോളേജ് പഠിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. പിന്നെ എൻ്റെ സ്വന്തം നാട് ഡാർജിലിംഗിൽ നിന്നും ഹിമാലയൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജിൽ നിന്നും നല്ലപോലെ യേശുവാറനാമം പഠിക്കുവാൻ എന്നെ സഹായിച്ചു. അങ്ങനെ ബൈബിളിലെ യെരമ്യയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വചനം വെള്ളം പോലെ കുടിക്കണമെന്ന്. അങ്ങനെ ബൈബിൾ കോളേജിന് ദൈവത്തിൻ്റെ വചനം വെള്ളം പോലെ കുടിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. നല്ലപോലെ പഠിക്കുവാൻ സഹായിച്ചു. അങ്ങനെ കേരളത്തിലെ അങ്കമാലിയിലെ ഇമ്മാനുവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുവാൻ എന്നെ സഹായിച്ചു. എൻ്റെ കയ്യിൽ ഇപ്പോൾ മൊത്തത്തിൽ 26 സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുമുണ്ട്. എല്ലാ ദൈവവചനം പഠിച്ചതാണ്. ദൈവത്തെ പഠിക്കുവാൻ സഹായിച്ചു. ആ വചനം പഠിച്ചുകൊണ്ട് കർത്താവിന് വേല ആരംഭിച്ചു. പല സ്ഥലങ്ങളിൽ സഭകളിൽ സ്ഥാപിക്കുവാനും ആത്മകളെ മാനസാന്തരപ്പെടുത്താനും സഭയിലെ ചേർക്കാനും ഓരോ സഭയോ പ്രസ്ഥാനത്തിൽ ഏൽപ്പിക്കുവാനും കർത്താവിനെ സഹായിച്ചു. അനേകരെ സ്ഥാനപ്പെടുത്താനും മാത്രമല്ല, എൻ്റെ ശുശ്രൂഷ നല്ല യൗവന പ്രായത്തിൽ 30, 35, 45 വയസ്സ് വരെയും അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും നടത്തുവാൻ കർത്താവിന്റെ നാമത്തിൽ നിന്ന് കർത്താവ് സഹായിച്ചു. ലോകത്തിൽ അറിയപ്പെട്ട ബില്ലി ഗ്രാം പോലെ കാണുവാനിടയായിത്തീർന്നു. എനിക്ക് വലിയ ഭാഗ്യമാണ്. അതുപോലെ റെനൽ ബോങ്കയുടെ മീറ്റിംഗിൽ 6 മാസം പ്രയർ കോർഡിനേറ്ററായി പ്രവർത്തിക്കുവാനും ദൈവത്തിന് ഭാഗ്യം ലഭിച്ചു. ലോകത്തിൽ അറിയപ്പെട്ട റെനൽ ബോങ്കെ പോലെ വലിയൊരു ദേവദാസനെ വേദിയിൽ കയറി സാക്ഷി പറയാനും എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ഞാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ലോകത്തിൽ അറിയപ്പെട്ട ലേഡി ജോയ്സ് മേയറിന് 15,000 പാസ്റ്റേഴ്സ് പങ്കെടുക്കുന്ന 4 സെമിനാറിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചു. ശരിയായ രീതിയിൽ ദൈവവചനം പഠിക്കുവാനും
സുവിശേഷം പങ്കെടുക്കാനും സുവിശേഷം പറയുവാനും സുവിശേഷം അറിയിക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാൽ അനേക പ്രസ്ഥാനങ്ങളിൽ ഞാൻ എല്ലാ പേരെ പറയാൻ സാധിക്കുന്ന അനേക പ്രസ്ഥാനത്തിൽ സൂപ്രണ്ടായും കോർഡിനേറ്ററായിട്ടും കേരള 14 ജില്ലയിലെ ജയിൽ സ്റ്റേറ്റ് കോർഡിനേറ്ററായി കേരള ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഹൈക്കോടതിയിലെ നിയമ ആക്ട് പ്രകാരം ലൈസൻസ് എടുത്ത് 14 ജില്ലയിൽ ആ ജയിലുകളിൽ സാക്ഷികൾ പറയാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ജയിൽ DGPനെ കൂടെ ജയിൽ IG കൂടെ അവിടെ വലിയ വലിയ ഫങ്ഷൻ MP MLA മന്ത്രിമാരുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ വേദിയിൽ നിൽക്കുവാൻ സ്വർഗത്തിൻ്റെ ദൈവം എനിക്കും ഭാഗ്യം ഒരുക്കി കൊടുത്തു. കാരണം ഈ യേശുവിനെ അറിഞ്ഞതിനാൽ, യേശുവിനെ വിശ്വസിച്ചതിനാൽ, യേശു എന്നെ സ്നേഹിച്ചതിനാൽ എൻ്റെ ദൈവം കുപ്പയിൽ നിന്ന് ഉയർത്തി ഉന്നതന്മാർ കൂടെ നിർത്തി എന്നെ സഹായിച്ചു. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഇടുക്കി ജില്ല പീരുമേട് താലൂക്ക് എലപ്പാറ പഞ്ചായത്ത് ഭാഗവൻ വില്ലേജ് നാരകക്കുഴി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഈ ഗ്രാമത്തിൽ ഞാൻ വന്ന് താമസിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ ആത്മീക സഭകൾ, അറിയപ്പെട്ട ദേവദാസന്മാർ, സുഖ സൗകര്യങ്ങൾ യാതൊന്നുമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീക കാഴ്ചപ്പാട് പറയും, ആത്മീക കാഴ്ചപ്പാടുള്ള ദർശനമുള്ളവർ, ദൈവത്തിന് നിൽക്കുന്നവർ, സാക്ഷി പറയുന്നവർ, നല്ല ആത്മീക കൂട്ടായ്മ ഇല്ല. ഞാൻ പഠിച്ച പ്രകാരമാണെങ്കിൽ ഇവിടെ നിൽക്കത്തില്ല. പിന്നെ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, ഇവിടെ ഞാൻ പോവാ, വേറെ എവിടെയെങ്കിലും പോവാ, നാട്ടിൽ പോയാലും വേറെ എവിടെയെങ്കിലും പോയി നമുക്ക് ആത്മീകതയിൽ ജീവിക്കണം, വളരണം എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ഞാൻ പോകാൻ ദൈവം എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്നതല്ല, ഞാൻ ഇവിടെ കൊണ്ടുവന്നതാണ്. നീ ഇവിടെ നിന്നതല്ല, ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സാക്ഷിക്ക് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഈ ദേശത്തിലെ ജനങ്ങൾ നിന്നെ സാക്ഷിയാണ്. അതുകൊണ്ട് നീ ഭയപ്പെട വേണ്ട. ഞാൻ നിന്നോട് കൂടെ. നിന്നെ ഉപദ്രവിച്ചാലും കളിയാക്കിയാലും നിന്ദിച്ചാലും അപമാനിച്ചാലും അത് നിന്നെയല്ല, എന്നെയാണ് ചെയ്യുന്നത്. യേശുവിനോട് സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്നും ഈ നാരകുടി ദേശത്തിൽ ഈ ദേശനിവാസികളുടെ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ ദാസനുമായിട്ടും ഒരു സഹോദരനായിട്ടും നാട്ടുകാരായിട്ടും ഞാൻ താമസിച്ച് വരികയാണ്. എന്നെ അറിയാത്ത ഈ നാട്ടിൽ ആരുമേ ഇല്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ദേശനിവാസികൾക്ക് വേണ്ടിയും ഇവരെല്ലാം മരണം ദുഃഖം എല്ലാത്തിനും പങ്കെടുത്തുകൊണ്ട് നാട്ടുകാർ എന്നെ വിളിക്കുന്നു. ദേശത്തിലെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ എനിക്ക് 76 വയസ്സ് പ്രായമാകുന്നു. വളരെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് പ്രയാസമുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ആയുസ്സും ആരോഗ്യവും തന്നതിനാൽ ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ഇന്നും ജീവിച്ചു വരുന്നു. ഞങ്ങൾക്ക് ജീവനും ആയുസ്സും ആരോഗ്യവും നൽകിയ ദൈവത്തെ ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇപ്പം വേറെ സപ്പോർട്ടിനില്ല. ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ഫുൾ ഗോസ്പൽ ദൈവസഭയോടെ പീരുമേട് സെൻറ്ററിലെ സീനിയർ പാസ്റ്ററായും പ്രവർത്തിച്ചു വരുന്നു. കർത്താവ് എത്ര നല്ലവൻ. ഞങ്ങൾ സ്വപ്നത്തിലെ കാണാത്ത കാര്യങ്ങൾ ദൈവം എല്ലാം നടത്തി കൊടുത്തു, സഹായിച്ചു, ആശ്വസിപ്പിച്ചു. എല്ലാത്തിനെയും ദൈവത്തോട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എൻ്റെ നാട്ടിൽ ഡാർജിലിംഗിൽ എനിക്ക് അവിടെ ഒന്നുമില്ല, സ്വന്തക്കാർ ബന്ധുക്കാർ അല്ലാതെ ഒന്നുമില്ല. അത് മാത്രമല്ല, ഞാൻ 1974 കേരള വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ദൈവവിശ്വാസികൾ ബെന്തിക്കോസ് പറയുന്നത് അന്ന് നാമം പോലുമില്ല.
ആരുമില്ല. എൻ്റെ കുടുംബത്തിന് ഒരു വിശ്വാസികളും ഇല്ല. എല്ലാം ഭയങ്കര എതിർപ്പാണ്. പക്ഷെ ഇന്ന് ദൈവകൃപയാൽ ഞങ്ങളുടെ കുടുംബത്തിലെ പലരും യേശുവിനെ വിശ്വസിക്കണം, യേശുവിനെ കണ്ടുമുട്ടണം, യേശുവിനെ വിശ്വാസിച്ച് ദൈവമക്കളെ മാറണം, ദൈവത്തോടണം, ഇടപെടണം, കർത്താവെ സഹായിക്കണം, ആരും നശിച്ച് പോലെ നരകത്തിലെ പോലെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നാട്ടിലെ എൻ്റെ ഭാര്യയുടെ ഫാമിലിയിലും എൻ്റെ ഫാമിലിയിലും എല്ലാം ചേർത്ത് ഒരു 50 പേര് രക്ഷിക്കപ്പെട്ട് സുവിശേഷവേലയിലും ഉണ്ട്. അത് വലിയ സന്തോഷമാണ്. അങ്ങനെ കർത്താവ് അത്ഭുതമായി നടത്തുന്നു, ഇനിയും നടത്തുമെന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ കർത്താവിൽ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ശമ്പളം മേടിച്ച് സപ്പോർട്ട് മേടിച്ച് ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. എൻ്റെ ദൈവം അത്ഭുതമായി ആഹാരവും വെള്ളം വെളിച്ചും വസ്ത്രം തന്ന് ദേശത്തിൽ ജീവിക്കുവാൻ കർത്താവ് സഹായിച്ചു, ഇനിയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ഒരു ഭവനം മാർഗക്കെട്ട് വഹിച്ച് നല്ല ഭവനം പണിവാൻ പലതവണ ആഗ്രഹിച്ചിട്ടും സുവിശേഷ വെല്ല നിമിത്തം ദൈവവേലയ്ക്ക് നമുക്ക് സപ്പോർട്ട് സഹായം കിട്ടാത്ത കാരണത്താൽ ഈ മൺകെട്ട് സീറ്റിൻ്റെ കെട്ടത്തിൽ താമസിക്കുന്നതാണെങ്കിലും നിരാശപ്പെടാമേ, സ്വർഗത്തിൽ നല്ലൊരു ഭവനം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വാസിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനവും കൃപയും ഓർത്ത് 1000 10,000 സ്തുതിച്ച് നന്ദി പറഞ്ഞാലും തീരത്തില്ല. എന്നാൽ കർത്താവിന് വലിയൊരു കൃപയാൽ ഈ കാൽപ്പട യൂട്യൂബ് ചാനലിൽ ഈ എൻ്റെ അനുഭവം സാക്ഷി പറയുവാൻ അവസരം ലഭിച്ചതിനായി ദൈവത്തിന് വേണ്ടിയും കാൽപ്പട യൂട്യൂബ് ചാനലിന് വേണ്ടിയും ഞാനും എൻ്റെ കുടുംബത്തും ചേർത്ത് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. സർവശക്തനായ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങൾ അന്ധകാരത്തിൽ ജീവിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നയിച്ചു. ഞങ്ങൾ ജീവിതത്തിലെ അനേക കുറവുകൾ, ബലഹീനങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം ദുഃഖം, രോഗം, കഷ്ടം എല്ലാം മാറ്റി ക്രിസ്തു യേശുവിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ സഹായിച്ചു. യേശു ജീവിക്കുന്ന ദൈവമാണെന്നും യേശുവിൽ വെറുതെയാകത്തില്ലെന്നും കർത്താവ് നമ്മെ സഹായിക്കും, നമ്മുടെ അവൻ സൃഷ്ടിത്താവാണെന്നും അവൻ നമ്മെ ഉണ്ടാക്കി നാം അവൻ ഉള്ളതാകുന്നെന്നും വചനത്തിൽ കൂടി വായിച്ച് മനസ്സിലാക്കി ക്രിസ്തു യേശുവിൽ ഉറപ്പായി ജീവിക്കുവാൻ സഹായിച്ചു. കർത്താവെ നന്ദി പറയുന്നു. ദൈവമേ, ഈ കൽപ്പനയായ യൂട്യൂബ് ചാനലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിനൊരു ഡയറക്ടർ, ഇതിന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ, സപ്പോർട്ട് ചെയ്യുന്നവർ എല്ലാം, ആമേൻ, ദൈവദാസന്മാർ പ്രവർത്തിക്കുന്ന സഹോദര സഹോദരിമാരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ആശീർവദിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. വാസ്തവമായി യേശു ക്രിസ്തു എന്നെ വിളിച്ചില്ലെങ്കിൽ, യേശു ക്രിസ്തു സുന്ദരശകനെ സ്വീകരിച്ച് സ്ഥാനപ്പെട്ട് ദൈവമക്കളെ ജീവിച്ചില്ലെങ്കിൽ ഞാൻ മൺമാരി പോയാനെ, ഭൂമിക്ക് മേലെ കാണിച്ചില്ലായിരുന്നു. ഇതിന് ദൈവത്തിന് സ്നേഹമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം സഹായിച്ചു. അത് 1000 10,000 നന്ദി പറയുന്നു. എന്നെ പോലെ അനേക പേര് പാപത്തിന് രക്ഷിക്കുവാൻ മാനസാന്തരപ്പെട്ട് ജീവിക്കുവാൻ കൃതലോകത്തിൽ സഹായിക്കണം. യൂട്യൂബ് ചാനൽ കർത്താവിനെ ബലപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറണം എന്ന് അടിയൻ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. ദയത്തോടെ പ്രാർത്ഥന കേൾക്കണമേ, നല്ല പിതാവേ. ആമേൻ, ആമേൻ.